ഒരു തിടുക്കമില്ല അതിനകത്ത്. അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ. സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ. അതിനനുസരിച്ച് അല്ല, അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. അത്രേ ഉള്ളൂ. അത് പക്ഷെ മാനദണ്ഡത്തിലുണ്ടോ എന്നറിയില്ല. അത് നിങ്ങളുടെ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ. ഇതെല്ലാം സെൻട്രൽ സർവീസ് അല്ലേ, അതിന് പ്രൊമോഷൻ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തരുന്നൊരു മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട്. ഒന്ന് നോക്കിക്കോ. സർക്കാരിന്റെ RSS എന്നുള്ള രീതിയിൽ പുതിയ വിവാദം ഉയർന്നു വരും. അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനമോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു അത് ആ പ്രശ്നത്തിലല്ലേ, ഇത് ഈ പ്രശ്നത്തിലല്ലേ. ഇത് ഇതിൻ്റെതായ മാനദണ്ഡം ഉണ്ടാവും. അതിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ. ആ നിലപാട് വെച്ചിട്ടാണ്. കാരണം ഇതെല്ലാം ഒരു കേന്ദ്ര സർവീസിനകത്തുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. മറ്റ് പ്രശ്നത്തിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഈ പ്രശ്നത്തിലാണ്. നമസ്കാരം. നാം ഇപ്പോൾ കണ്ടത് മന്ത്രി പി രാജീവിൻ്റെ ഒരു പത്രക്കാർ നമ്മുടെ ചാനലുകാരോട് സംസാരിക്കുന്ന ഒരു ബൈറ്റാണ്, ഒരു ചെറിയൊരു ബൈറ്റ്. അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ അജിത് കുമാറിനെ DGP ആക്കിക്കൊണ്ട് സർക്കാർ തീരുമാനമെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അപ്പം നാം ഇവിടെ പറയുന്നത്, നമ്മൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു അദ്ദേഹം ADGP ആണെങ്കിലും അദ്ദേഹം ഇപ്പോൾ അന്വേഷണം നേരിടുന്നു ഒക്കെ ശരിയാണെങ്കിലും അദ്ദേഹം DGP ആയി തിരിച്ചു വരും. ഇപ്പോൾ ദർവേഷ് സാഹിബാണ് DGP ആയി ഇരിക്കുന്നത്. അദ്ദേഹം പെൻഷൻ പറ്റാറായി. അദ്ദേഹം മാറുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ DGP ആയിരിക്കുമ്പോൾ പഴയതുപോലെ അദ്ദേഹത്തിന് ക്രമസമാധാനത്തിൻ്റെ ചുമതല കൊടുക്കും എന്ന് നാം അന്ന് പറഞ്ഞിരുന്നു. ഇത്രയും പറയുമ്പോൾ നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസ് വഴുതക്കാട്, പിന്നെ എല്ലാവർക്കും അറിയാം തൈക്കാട് പോലീസ് മൈതാനത്തിന് അടുത്തിരിക്കുന്ന കമ്മീഷണർ ഓഫീസ്. അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടാണ് ട്രിവാൻഡ്രം ക്ലബിന് അടുത്ത് ആണ് നമ്മൾ പറയുന്ന DGP ഓഫീസ്. ഇവിടെ നിന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഫിലിം ഫെസ്റ്റിവൽ നടന്ന സമയത്ത് 2 ഗുണ്ടകളെ പോലീസ് ഫെസ്റ്റിവലിൽ കാണാൻ വന്ന ആൾക്കാർ, അവർ ഒരു പാവം മിതവാദികൾ, ഒന്നിലും ഇല്ലാത്ത സിനിമ കണ്ട് നടക്കുന്ന കുറേ ബുദ്ധിജീവികൾ പാവം വന്നു കണ്ട്, ഡെലിഗേറ്റ്സുകൾ വന്ന് കണ്ടുപോകുന്നതിനിടയിൽ നിന്നാണ് ഗുണ്ടകളെ ഓടിച്ചിട്ട് പിടിച്ച ഒരു കട്ട സീനൊക്കെ അവിടെ ഉണ്ടായത്. അപ്പം നമുക്കിതിൽ ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഭരണത്തലപ്പത്തിരിക്കുന്നവരെ, നിങ്ങൾക്ക് ഇത്തരത്തിൽ DGPയെ ADGPയെ ഒക്കെ നിയമിക്കുന്നതിലുള്ള താല്പര്യം, അതിന് താഴേക്ക് ഈ കണ്ട ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നതിൽ ഒന്നും ചെയ്യാനില്ലേ? അതായത് ഒറ്റ കാര്യം കൂടി ഇതിൽ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് പേരൂർക്കട വഴയില എന്ന സ്ഥലത്ത് ഈ അടുത്തിടയ്ക്ക് ഒരു ഹോട്ടൽ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം ഈ കഥ കുറച്ച് അറിയാമെന്നാണ് തോന്നുന്നത്. ഏതായാലും ആ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ഒരു DYSPയോ SP അതിൻ്റെ കീഴിൽ 2 CIമാർ, കുറേ പോലീസുകാർ ഒക്കെ അവിടെ വരുന്നു. കൂട്ടിച്ച്, അതായത് ഒരു ഹോട്ടലാണെങ്കിലും അവിടെ മദ്യം വാങ്ങിച്ച് വെച്ച് കുടിക്കുന്നു. അവിടെയേ നിയമലംഘനമുണ്ട്. കുടിച്ച് കൂത്താടി ഇതെല്ലാം കണ്ട് SP അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെയുണ്ട്. പിന്നെ കുറച്ചപ്പുറത്ത് ഇതെല്ലാം കണ്ട് ഗുണ്ടകളുണ്ട്. ഈ പോലീസുകാർ തമ്മിലടിച്ചു. ഈ അടുത്തിടെ വരെ ഇത് പോലീസിൻ്റെ ആൾക്കാരിടയിൽ മാത്രം അറിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ ഡിസംബർ 18, ഈ ഡിസംബർ ആദ്യമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഇതിപ്പോൾ ആകെ പോലീസ് തലത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന പോലീസ് വേലി തന്നെ വിളവ് തിന്നുക, പോലീസ് തന്നെ തമ്മിലടിച്ചതെന്ന് വെച്ചാൽ ഈ 2 CIമാർ തമ്മിൽ പോറ്റിഞ്ഞ അടിയായിരുന്നാണ് പറയുന്നത്. ഇതെല്ലാം കണ്ട് കൂടെ ആ പോലീസുകാർ പക്ഷം ചേർന്ന് അപ്പുറത്തും ഇപ്പുറത്തും അടിക്കാൻ പോലീസുകാരും തമ്മിലടിച്ചു. ഇതൊക്കെ ഈ കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പോലീസിനെ എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല. കഴിവുറ്റ മികവുറ്റ എത്രയോ പോലീസ് സുഹൃത്തുക്കൾ നമുക്ക് തന്നെ ഉണ്ട്, മിടുക്കരായിട്ടുള്ളവർ, ഡിസിപ്ലിനോട് ജോലി ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ അപവാദമാണ്. അപ്പോൾ ഇത്തരത്തിൽ പോലീസ് സേനയിൽ തലപ്പത്തിരിക്കുന്നവരെ, ഏത് മന്ത്രിസഭയിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്ലാമർ ആണല്ലോ, ആഭ്യന്തരം ഒരു ഗ്ലാമർ ആണല്ലോ, ഗവൺമെൻറ്റിൻ്റെ മുഖമാണല്ലോ. അത് കൈകാര്യം ചെയ്യുന്നത് ഈസി അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും ബാക്കി പറയണ്ട. ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ്, ഗ്ലാമർ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കണ്ണൂർ പോലീസൊക്കെ കാണിച്ച കഥകളൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും. ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന വഴയിലിൽ നടന്ന പോലീസുകാരടി അതൊരു വിഷയം.
2, പോലീസുകാരി അടികൂടുന്ന കണ്ടിരിക്കുന്ന കുറേ ഗുണ്ടകൾ. പിന്നീട് മറ്റൊന്നുകൂടി നമുക്ക് പറയാനുണ്ട്. ഒരു സിനിമാ നടന്റെ ഗ്ലാമറോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടയുണ്ട് തിരുവനന്തപുരത്ത്. ഓം പ്രകാശ് എന്നാണ് അവൻ്റെ പേര്. അവനെന്നൊക്കെ പറയുന്ന പ്രായത്തിൽ ചെറുതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ ഈ പറയുന്ന പോലെ ഓം പ്രകാശ് ഒരു പ്രസിദ്ധൻ തന്നെയാണ്, കുപ്രസിദ്ധനാണ്. അപ്പോൾ ഈ ഓം പ്രകാശ് ഒരു DJ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് എയർപോർട്ടിനടുത്തൊരു ഒരു ഹോട്ടലിൽ ഒരു പഴയ എയർപോർട്ട് സാജൻ എന്ന് പറയുന്ന ഒരു ഗുണ്ട. ഈ എയർപോർട്ട് സാജനെയൊക്കെ ഞങ്ങളെപ്പോലത്തെ തിരുവനന്തപുരത്തെ പത്രക്കാർ കണ്ടിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, എയർപോർട്ട് സാജൻ അവിടെ തിരുവനന്തപുരം A ഡിവിഷൻ ഫുട്ബോൾ ലീഗ് എന്ന് പറഞ്ഞൊരു ലീഗ് വരും. അപ്പോൾ അവിടെ കളിക്കാനായിട്ട് ഫുട്ബോൾ കളിക്കാൻ വള്ളക്കടവിൽ എയർപോർട്ടിലെ ടീമിലൊരു ഫുട്ബോൾ താരമാണ് ഈ എയർപോർട്ട് സാജൻ. ഈ എയർപോർട്ട് സാജൻ ഇപ്പോൾ കളമൊഴിയാറായി. എയർപോർട്ട് സാജൻ കളമൊഴിയാറായപ്പോൾ മകനെ പിന്നെ ഡാനിയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡാനി ഇപ്പോൾ അവിടുത്തെ കുറേ ഹോട്ടലുകളിൽ DJ പാർട്ടിയുടെ ആളാണ്. അങ്ങനെ ഈ DJ പാർട്ടിയുടെ ഇടയിലേക്ക് വന്ന ഓം പ്രകാശിനെ ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ എയർപോർട്ട് സാജൻ്റെ മകൻ്റെ ആൾക്കാർ തള്ളിയിടുന്നു, അടിക്കുന്നു. അപ്പോൾ ഓം പ്രകാശ് ഒരു പരിധിവരെ സമാധാനത്തിനാണ് ഇപ്പോൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒതുങ്ങി നിന്നു. പിന്നെ അത് കൂട്ടയടിയായി. അത് മൂടി വയ്ക്കാൻ പോലീസ് നോക്കി, പക്ഷേ അതും പുറത്തായി. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, തിരുവനന്തപുരം നഗരത്തിൽ, തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ വഴുതക്കാട് തൈക്കാട് പോലീസ് മൈതാനത്തിനടുത്ത് കമ്മീഷണർ ഓഫീസ്, അവിടെ നിന്ന് ഒരു 50 വാര പോലും ഇല്ലാതെ DGPയുടെ ഓഫീസ്, പോലീസ് ആസ്ഥാനം, അതിന് തൊട്ടടുത്ത് ഇതേപോലെ ക്രിമിനലുകളെ പകല് പിടിച്ചോണ്ട് പോകുന്നു. ഇതെല്ലാം നടക്കുന്നത് തലസ്ഥാനത്താണ്. ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ താല്പര്യം. ഇങ്ങനെ വലിയ പോലീസ് ഓഫീസർമാരെ ഭരിക്കുക, ആ DGPയെ ഇവിടെ ഇരുത്തുക, അവിടുന്ന് മറ്റേ DGPയെ അപ്പുറത്തോട്ട് മാറ്റുക, ഇവരെയൊക്കെ ഇങ്ങോട്ട് മാറ്റുക. ഇതെല്ലാം ചെയ്യുന്നത് മാത്രമാണോ നിങ്ങൾക്കറിയാം? അല്ലാതെ താഴെത്തട്ടിൽ ഇത്തരത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് താല്പര്യമില്ലേ? കാര്യം പൊതുജനത്തിന് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് തമ്മിലടിച്ചതൊന്നും ഇവിടുത്തെ ഈ പോലീസിലെ തലപ്പത്തെ കാരണവന്മാർ അറിഞ്ഞില്ലേ എന്ന് സമൂഹം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ADGP അജിത് കുമാറിനെ DGP ആക്കുന്നു, അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതല നൽകുന്നു, ദർവേഷ് സാഹബിനെ വിടുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ചില വലിയ കാര്യങ്ങൾ മാത്രം പറയാനേ, ഡംബായി അടിക്കാനേ താല്പര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഡംബായിത്തരം മാത്രം കാണിക്കാനാണോ ഇങ്ങനെ ഇവിടെ ഒരു ഭരണകൂടം എന്ന് നാം ചിന്തിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ? ഏതായാലും ഈ വിഷയം ഒരുപാട് നീട്ടാൻ പറ്റില്ല. കാര്യം നാം ഇത്രേ പറയുന്നുള്ളൂ. തമ്മിലടിക്കുന്ന പോലീസ്, അതിൻ്റെ തൊട്ട് കൂടെ നിന്ന് ഇതെല്ലാം കണ്ടു രസിക്കുന്ന ഗുണ്ടാപ്പടയുടെ മറ്റൊരു തരത്തിലുള്ള ബാറുകളിലും ഡാൻസ് പാർട്ടിയിലുമുള്ള അടി, ഇതൊന്നും തീർക്കാൻ നേരമില്ല. അവരിങ്ങനെ സ്ഥാനങ്ങൾ തേടി പിന്നെ രാഷ്ട്രീയ ബന്ധങ്ങൾ, RSS നേതാവിനെ കാണാൻ പോകുന്നു, വലിയ കടിച്ചപ്പൊട്ടത്തെ പേരുകളുള്ള നേതാക്കളെ കാണാൻ പോകുന്നു, അതൊരു രാഷ്ട്രീയ വിഷയമാകുന്നു, അത് വേറെ മുന്നണി യോഗത്തിൽ വരുന്നു. എന്തായാലും പിന്നെ ഈ എന്താ പറയുക, വർത്തമാനകാലം നാരദർ പണ്ട് പറയുന്നത് പോലെ ഇങ്ങനെ ഇതെല്ലാം സംഭവാമി യുഗേ എന്ന് പറയും. നാരായണ എന്ന് പറയുന്നല്ലേ, ഈ പണ്ട് നാരദർ പറയും നാരായണ എന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നാരായണ എന്നേ നമുക്കിതിനൊക്കെ കണ്ടിട്ട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.